നമ്മൾ സൂര്യനെല്ലി കഴിഞ്ഞ് ബോധിമെട്ട് റൂട്ടിന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ബോർഡും കാര്യങ്ങളും കാണും കേട്ടോ. ദി പ്ലാനറ്റ് മൂന്നാർ, ലയ ഹോം സ്റ്റേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ റോഡ് കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ആ റോഡ് കയറി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു ബോർഡ് കാണും. ആ ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് സ്റ്റേ വരുന്നത്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തിയിട്ടോ. അതാണ് സ്റ്റേ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇതാണ് കേട്ടോ സ്റ്റേ വരുന്നത്. ടെൻ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത്. സോ ഇവിടെ ടെൻ്റ് അല്ലാണ്ട് തന്നെ വേറെ 2 ഓപ്ഷൻ ഉണ്ട്. കോട്ടേജ് ഉണ്ട്, അതേപോലെ ക്യാൻവാസ് കോട്ടേജ് ഉണ്ട്. അടിപൊളിയാണ്, നല്ല സ്പേഷ്യസ് ടെൻ്റാണ്. നോർമൽ ടെൻറ്റ് പോലെയല്ല. നമുക്ക് ബാത്റൂം വരുന്നത്, ഇവിടെ കബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കബോർഡ് വരുന്നുണ്ട്. നല്ല കുഴപ്പമില്ലാത്തൊരു ബാത്റൂം വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു വ്യൂ കണ്ടിട്ട്. ഇതാണ് കേട്ടോ നമുക്ക് അടുത്തൊരു കോട്ടേജ് വരുന്നത്. നമ്മൾ ടെൻ്റ് എടുത്തത്. ടെൻറ്റിന് നമുക്ക് ചാർജ് വരുന്നത് 1500 ആണെന്നുണ്ടെങ്കിൽ ഇത് 1750 രൂപയാണ്. അതേപോലെ 2000-ൻ്റെ വേറെ ഉണ്ട്, അത് സ്റ്റോൺ കോട്ടേജാണ് വരുന്നത്. സോ 1750, 1500, 2000 ഈ റേഞ്ച് വരുന്നത് നമുക്ക് നോൺ പാക്കേജാണ്. നിങ്ങൾ പാക്കേജ് പോലെ ഇവിടെ എടുക്കാൻ പറ്റും. സോ നമുക്ക് പാക്കേജ് എടുത്ത് കഴിഞ്ഞാൽ നൈറ്റ് ഡിന്നറും ക്യാമ്പ് ഫയറും, അതേപോലെ ആ കാണുന്നത് ഫാൻറ്റം ഹിൽസാണ്. ഫാൻറ്റം ഹിൽസിൻ്റെ ഇതിലേക്കൊരു ഗൈഡിനെ വെച്ചിട്ടുള്ള ഒരു ട്രക്കിംഗ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് സ്റ്റോൺ കോട്ടേജ് വരുന്നത്. 2000 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ. നൈസ് സാധനമാണ്. ലൊക്കേഷനൊക്കെ പൊളി കേട്ടോ. ലൊക്കേഷൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കുറച്ചിങ്ങോട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഒരു ഡൈനിങ് ടേബിൾ സെറ്റപ്പൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആരെയും യൂസ് ചെയ്യണമല്ലോ ഉണ്ട്, പക്ഷേ അത്യാവശ്യം കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയൊരു കിടിലൻ സ്ഥലമാണ്. നമ്മളങ്ങനെ പ്രോപ്പർട്ടീൻ്റെ ഒരു അറ്റത്ത് വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡ്, ഇതിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായിട്ട് കേട്ടോ കൊളുക്കുമലയും മീശപ്പുലിമലയൊക്കെ വരുന്നത്. അതിൻ്റെയൊക്കെ താഴെ കാണുന്ന മലകളാണ് ഈ കാണുന്നത്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 5:45, 6 മണിയാവാറായിട്ടോ. ക്ലൈമറ്റ് മൊത്തം മാറി, മൊത്തം കോട മൂടി. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കോടയാവും. സോ നമ്മൾ ഇരുട്ടാവുന്നതിന് മുമ്പേ പുറത്ത് പോയിട്ട് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാം. ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാം. ഇന്ന് പ്രത്യേകിച്ച് വേറെ കാര്യമായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാ റെസ്റ്റ് എടുക്കാന്നുള്ള മൂഡിൽ തന്നെ വന്നതാണ് കേട്ടോ. അതുകൊണ്ട് നൈസായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഓക്കെ, പുറത്ത് മഞ്ഞൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അറിയുന്നില്ല. മഴയും ചാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. പൊറോട്ടയും പെപ്പർ ചിക്കനാണ് മേടിച്ചത്. ഇവിടെ അടുത്ത് ഫുഡ് വാങ്ങാനും കഴിക്കാനൊക്കെ ഓപ്ഷനുള്ളത് സൂര്യനെല്ലി ടൗണാണ്. സോ നിങ്ങൾക്ക് വരുന്നവർക്ക് സൂര്യനെല്ലി ടൗണിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹോട്ടലുണ്ട്. നമ്മൾ മേടിച്ചത് ശിവ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. ഇപ്പോഴും നല്ല തിരക്ക് കാണാറുണ്ട്. സോ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. എങ്ങനെയുണ്ട് നോക്കാം.
ഫുഡ് വലിയ കുഴപ്പമില്ല കേട്ടോ, ഒരു ആവറേജ് ഫുഡ് അത്ര പറയാൻ പറ്റുള്ളൂ. നമ്മളടുത്ത് ഒരുപാട് പേര് സജഷൻ പറഞ്ഞായിരുന്നു ഫുഡിൻ്റെ ഒക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ഫുഡിൻ്റെ ഒന്നും നമ്മൾ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് ഫുഡ്. അതും ഈ പറഞ്ഞ മാതിരി അത്രയും തിരഞ്ഞ് കണ്ടുപിടിച്ചാലും ചിലപ്പോൾ നന്നായിക്കൊള്ളണമെന്നില്ല. ബഡ്ജറ്റൊക്കെ നോക്കി കഴിക്കണോണ്ട് കുറച്ച് അത്ര റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫുഡ് അങ്ങനെ ആവാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ വല്ലാണ്ട് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്തത്. ഫുഡൊക്കെ ആകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച് വന്നിട്ട് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അതൊരു പ്രശ്നം വരും. അതുകൊണ്ടാണ് സോ മാക്സിമം നല്ല ഫുഡൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം കാണിക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞപ്പോഴേക്ക് ക്യാമ്പ് ഫയർ സെറ്റാക്കിയിട്ടോ എറണാകുളം. നമ്മളങ്ങനെ കാലത്ത് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുക കേട്ടോ. 9:10 മണിയായി സമയം. അപ്പം മുട്ടക്കറി. ഫുഡ് കുഴപ്പമില്ല കേട്ടോ, ഒരു നോർമൽ അപ്പം നല്ല മുട്ടക്കറിയൊക്കെയാണ്. ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യണമെന്നു വണ്ടിയിൽ കൊണ്ടുവരണ കണ്ട്. ചിലപ്പോൾ മൊത്തത്തിൽ താഴത്ത് ഇവർക്ക് തന്നെ താഴെ ഒരു സ്റ്റേയും കാര്യങ്ങളും ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട് ഗ്രൂപ്പായിട്ട് വരുന്നവർക്കുള്ളത്. സോ അതൊക്കെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം. അതിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50-70 പേർക്കൊക്കെ പറ്റുമെന്നൊക്കെ പറഞ്ഞല്ലേ. അവൈലബിലിറ്റി ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് 50-70 പേർക്കൊക്കെ ഇതാക്കാൻ പറ്റും, ഓപ്ഷൻ ചൂസ് ചെയ്യാം. സോ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് ഗാർഡനിലും ചെയ്യാം, ഇവിടെ കോൾ ചെയ്തിട്ട് ചെയ്യാം. ഓൺലൈനിൽ ആ ഗ്രൂപ്പ് ബുക്കിംഗ് കണ്ടിട്ടില്ല. സോ വിളിച്ച് ബുക്ക് ചെയ്യാവും കുറച്ചും കൂടി ബെറ്റർ. നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഓരോ ചായയും കുടിച്ചിട്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് ചെക്കൗട്ട് ചെയ്യാം. 2 മണിക്കാണ് ഇവിടെ ചെക്കൗട്ട് വരുന്നത് കേട്ടോ. 3 മണിക്ക് ചെക്കിനും 2 മണിക്ക് ചെക്കൗട്ടും. നമുക്ക് ഈ കാണുന്നതാണ് കേട്ടോ ഫാൻറ്റം ഹിൽസ്. അത് നമുക്ക് ഇവിടെ ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഗൈഡിനെ അറേഞ്ച് ചെയ്ത് തരും. പെർ ഹെഡ് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൈഡിനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റും. അതല്ലാണ്ട് തന്നെ ബൈക്കിന് പാപ്പാത്തിച്ചോല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കുറച്ച് ദൂരം മേളിൽ നിന്ന് കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് കയറാനുണ്ടാവുള്ളൂ. അങ്ങനെയും പോകാൻ പറ്റും. സോ നിങ്ങൾക്ക് ഏതാ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റേന്നൊന്ന് ഇറങ്ങിയിട്ട് പാപ്പാത്തിച്ചോല വരെ ഒന്ന് ജസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിയാണ്, വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പാപ്പാത്തിച്ചോല എന്ന് പറയുന്ന സ്ഥലം. നല്ല കിടിലൻ ലൊക്കേഷൻ, അടിപൊളി സ്ഥലം. കാരണം മൂന്നാറൊന്നും വരുന്നവർ മാക്സിമം ഈ റൂട്ടൊന്നും അങ്ങനെ വരാറില്ല. ഇത് കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. ആ കാണുന്ന മലയാണ് ഫാൻറ്റം ഹിൽസ്. നമുക്ക് ട്രക്ക് ചെയ്യാനുള്ള ഒരു സ്പോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ഏലത്തോട്ടത്തിൽ കൂടെ മെല്ലെ കയറി കഴിഞ്ഞാലൊക്കെ ട്രക്ക് ചെയ്ത് പോകാനൊക്കെ പറ്റും. ഞങ്ങളിപ്പോഴും ട്രക്ക് ചെയ്യണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ്. പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. മേളിലോട്ട് കുറച്ച് ദൂരം കൂടി പോയി നോക്കാം. സോ കുറച്ചും കൂടി എളുപ്പമുള്ള വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ വഴികൾ കാണാനുണ്ട് കയറി പോകാനുള്ളത്. ഇവിടെ ആരുടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ അറിയുമെന്ന് നോക്കി നോക്കാം. ഗൈസ്, ആ കാണുന്ന മല ഏതാണെന്നറിയോ? കൊളുക്കുമലയാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെയൊക്കെ ബാക്ക് സൈഡിൽ പോയിട്ടാണ് നമ്മൾ ഈ ഒരു വ്യൂ പോയിൻ്റ് കാണുക. കൊളുക്കുമലേൻ്റെ വ്യൂവും അപ്പുറത്തെ സൈഡ് മറ്റേ ക്ലൗഡ് ബെഡും കാര്യങ്ങളൊക്കെ കാണാറുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ പാപ്പാത്തിച്ചോല. നമ്മൾ ലൊക്കേഷൻ ചോദിച്ചു, അങ്ങോട്ട് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് ഈ റോഡാണ്. നമ്മൾ ഈ വളവൊക്കെ തിരിഞ്ഞു വരുമ്പോൾ ഈ ഒരു മണ്ണിട്ട റോട്ടിൽ കൂടെയാണ് കയറി പോകേണ്ടത്. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ മേളിൽ കൂടെ കയറിയിട്ട് മുകളിൽ പോകണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകണില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോകാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ എന്തായാലും നടക്കാനുള്ളൊരു മൂടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാം. നിങ്ങൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കയറി പോകാവുന്നതാണ്. നിങ്ങൾക്ക് വേറെ ഗൈഡിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നൈസായിട്ട് ആ ഒരു നടന്നിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോയാൽ മതി. ആ ഒരു ഡയറക്ഷൻ നോക്കിയിട്ട് അങ്ങനെ പോയാൽ മതി.
ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല കാറ്റാട്ടോ, കാറ്റത്ത് ഇങ്ങനെ നിൽക്കാനൊക്കെ അടിപൊളിയാണ്. ഗൈസ്, അപ്പോൾ സമയം ഏകദേശം 1:30 മണിയായി. നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാണ്. ബാഗൊക്കെ പാക്ക് ചെയ്ത് ബാഗൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്തു. അപ്പോൾ ഈ മഴ ഒന്ന് തോർന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ക്ലൈമറ്റ് ഒക്കെ ഫുൾ കോടങ്ങനെ മൂടുന്നു, തിരിച്ചു വരുന്നു. അതിൻ്റേതായ രീതിയിൽ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ക്ലൈമറ്റൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുത്തേക്കാം, ഒരു നമ്പറും കൊടുത്തേക്കാം. നിങ്ങൾക്ക് പാക്കേജായിട്ട് എടുത്തിട്ട് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പാക്കേജൊക്കെ ആയിട്ട് ഇല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവരൊന്ന് കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓൺലൈനിൽ ബുക്കിംഗ് 2 പേർക്ക് കാണിക്കുള്ളൂ. സോ നിങ്ങൾ ഗ്രൂപ്പായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വന്നാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ